ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന പല പല ബ്രാൻഡ്സിൻ്റെ പല റേറ്റിൽ നിന്നാണ് കേട്ടോ. അതും അഫോർഡബിൾ റേഞ്ചിലുള്ളത്. 1000-ൻ്റെ മുകളിലൊന്നും പോകുന്നില്ല, ഒക്കെ 1000 ബിലോ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അതും 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, അങ്ങനെ പല പല ബ്രാൻഡ്സിൽ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ പേർക്ക് ഇതിലൊരു നോട്ടല്ലേ, ആന. നമ്മുടെ നാട്ടിൽ ആന എന്ന് പറയുമ്പോൾ ഒരു ഹരാണല്ലോ. അപ്പോൾ ആനയുടെ ഡിസൈനിലുള്ള ഒരു കുർത്തിയാണ്. ഇതിനെക്കുറിച്ച് പറയണേക്കാളും മുന്നേ സെയിലിനെ കുറിച്ച് പറയണ്ടേ. ആമസോണിൽ സെപ്റ്റംബർ 23 സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ. അതും 27th വരെയൊക്കെയാണ് കേട്ടോ. അതും 80% അപ് ടു 80% വരെയൊക്കെ പല പല ബ്രാൻഡ്സിൽ ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ്, കാര്യങ്ങളൊക്കെ കുറേ വലിയൊരു ബിഗ് സെയിലാണ് നടക്കുന്നത്. അതും പ്രൈം ഡേ മെമ്പർഷിപ്പ് എടുത്തവർക്കാണെങ്കിൽ 1 day ബിഫോർ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ സെപ്റ്റംബർ 22 എന്ന് വെച്ചാൽ എനിക്കൊക്കെ സെപ്റ്റംബർ 22 പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൈം ഡേ മെമ്പർഷിപ്പ് എടുത്തവർക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഇതിലേക്കില്ലേ കുറേ പേർക്ക് നോട്ടം അടിയിലുണ്ട്. അതാ കൊട കണ്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഗോസറിക്ക് ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കളക്ഷനാണ്. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഫുൾ പ്രിൻറ്റോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് ഇത് വരുന്നത്. സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. ഓവറോൾ ആനരയും കൊടരയും പൂരത്തിൻ്റെ കൊട, ആനര കൊട അല്ല ആനര പൂരത്തിൻ്റെ കൊട, പൂരത്തിൻ്റെ ആ ഒരു തീമിലാണ് ഇത് ഫുൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ബേസിലാണ് ഇത് വരുന്നത്. ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, സ്ലീവ്ലെസ്സോട് കൂടിയിട്ടാണ് അത് വരുന്നത്. പിന്നെ ഇത് കഴുത്ത് ഇവിടെ വരേക്കാണ്. ബാക്ക് സൈഡിൽ ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് തന്നെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ പലാസോ ആണ്, സെമി പലാസോ പാൻറ്റാണ് ഇത് വരുന്നത്. 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. റയോൺ മെറ്റീരിയൽ ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഗോസറിക്ക് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഗോസറിക്ക് ബ്രാൻഡിന് ഓരോന്നോരോന്ന് പുതിയത് എന്താ പറയുക, ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറേ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അതും അഫോർഡബിൾ റേഞ്ചിൽ. ഇപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ആണെങ്കിൽ ജസ്റ്റ് 450 എനിക്ക് കിട്ടി. അതും 2 പീസിൻ്റെ കളക്ഷൻ കേട്ടോ. റയോൺ മെറ്റീരിയൽ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അടുത്തത് 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ്, നൈസ ബ്രാൻഡിൻ്റെ. ഇനി ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് വരുന്നത്. ഫിറ്റിംഗ് വൈസ് സൂപ്പർ. അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഇതുപോലെ തന്നെ ഒരു പേളല്ല ആക്ച്വലി അതൊരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഇത് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ യോക്ക് കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ ഈ ഒരു പോർഷൻ ഫുൾ വരുന്നത് ചെറിയ ചെറിയ ബൂട്ട വർക്ക്സ് വരുന്നുണ്ട് കേട്ടോ. റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. 3/4 ആണ് സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിറ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഫിറ്റ് അടിപൊളിയാണ്. 3 പീസ് ആണെങ്കിൽ ഓഫ്കോഴ്സ് പാൻറ് ഉണ്ടാവും. പാൻറ് വരുന്നത് 1 സൈഡ് പോക്കറ്റൊന്നും ഇല്ല, സാധാരണ വരാറുണ്ട്. അപ്പോൾ ഇത് പാൻറ്റിന് പോക്കറ്റൊന്നും ഇല്ല. ഓവറോൾ ലുക്ക് ഇതാണ്. ഇനി ഇതിൻ്റെ ദുപ്പട്ട, യെസ്, ദുപ്പട്ട വരുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ. സൈഡിൽ ഇങ്ങനെ ഫുൾ ഈ ലേസിൻ്റെ സമോസ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പോൾ ഇതിൽ കളർ ചാർട്ട് ഇനി കൂടുതൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് എത്ര പ്രൈസ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും ഈ ഒരു ബ്രാൻഡ് ഞാനിപ്പോൾ റീസെൻ്റ്ലി മേടിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്രാൻഡും ഇഷ്ടമായി. നൈസ ബ്രാൻഡ് കേട്ടോ. നൈസ ബ്രാൻഡിൻ്റെയാണ് ഈ ഹോളിൽ കൂടുതൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. നല്ല ഭംഗിയിലൊരു തെങ്ങിൻ്റെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇത് ആക്ച്വലി ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതാ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് ഒരു 2 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ് വരുന്നത്. ക്വാളിറ്റി വൈസ് ജസ്റ്റ് സൂപ്പർബ്. ഇൻഡോയിറ ബ്രാൻഡാണ്. ക്വാളിറ്റിനെ കുറിച്ച് പിന്നെ എന്ത് കോംപ്രമൈസ് ചെയ്യാം അല്ലേ. എന്തായാലും അടിപൊളി ലുക്ക് വൈസ് 2 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ് ഇത് വരുന്നത്. കളർ വൈസും അടിപൊളിയാണ്. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ പ്രത്യേകിച്ച് അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. റൗണ്ട് നെക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ തെങ്ങ് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇത് ഒക്കെ കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. അതുപോലെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതാ ഈ ഒരു പോർഷൻ. ഇത് ഫുൾ കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഒന്നും മെഷീൻ മെയ്ഡല്ല. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ റേറ്റ് കാണിക്കുന്നത് 1400 സംതിങ് ആണ്. പക്ഷേ ഞാൻ മേടിച്ചപ്പോൾ 1000 ഉള്ളിൽ എനിക്ക് 1000 കറക്റ്റ് 999 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കളർ വൈസ് അടിപൊളിയാണ്. കോട്ടൻ്റെ മെറ്റീരിയൽ.
പാൻറ്റും സെയിം കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത്. ഒരു സെമി പലാസോ ആ ഒരു ടൈപ്പായിട്ട്, പിന്നെ ചെറുതായിട്ട് ഒരു പാൻറ്റിൻ്റെ എൻഡിൽ കാന്ത വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. കോട്ടൺ നല്ല ടൈപ്പ് കോട്ടണില്ലേ, ആ ഒരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇൻഡോറ ബ്രാൻഡ് നമ്മൾ ഒരുവിധം നമ്മുടെ മിക്ക ഹാളിലും ഒരു ഇൻഡോറ അല്ലെങ്കിൽ ഒരു ഗോസ്രിക്ക് ബ്രാൻഡ് ഇല്ലാണ്ട് ഇരിക്കില്ല. എന്തായാലും ഇൻഡോറ ബ്രാൻഡ് ഈ ഒരു ഹാളിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കളർ ഇതിൽ ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് പിന്നെ ഒരു റയർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പിക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ലാർജ് ഇൻഡോറ ബ്രാൻഡ്, കലോസിയ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു 3/4 ആയിട്ടുള്ള ഒരു അനാർക്കലി സ്റ്റൈലിലാണ് ഇത് വരുന്നത്. അനാർക്കലി ആണെന്ന് ചോദിച്ചാൽ അനാർക്കലി അല്ല, ഫ്ലീറ്റഡ് അല്ല, ആക്ച്വലി ഇത് ബോക്സ് ഫ്ലീറ്റഡ് ആണ് കേട്ടോ. അതും കുറച്ചുകൂടിയും ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ വർക്ക് കാര്യങ്ങൾ. ആദ്യം നമുക്ക് യോക്ക് വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. യോക്ക് നോക്കുകയാണെങ്കിൽ ഒരു പാച്ച് വർക്ക് പോലെ സെപ്പറേറ്റ് ആയിട്ടൊരു ഈ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു വർക്ക് ഇതെടുത്ത് കാണിച്ചു തരാമായിരിക്കും ബെറ്റർ. യെസ്, ഇതാണ് ഇതിൻ്റെ ലുക്ക്, യോക്കിൻ്റെ ലുക്ക് വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പാണ്. അത് കഴിഞ്ഞിട്ട് സാധാരണ ഇവിടെ നിന്നൊക്കെയാണ് ഫ്ലീറ്റഡ് വരാറ് അനാർക്കലി സ്റ്റൈലിൽ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അത് ഇവിടെ നിന്നാണ് ഈ ഒരു ഫ്ലീറ്റ് വന്നിരിക്കുന്നത്. അതും ബോക്സ് ഫ്ലീറ്റാണ്. പിന്നെ ഓവറോൾ ഫുൾ സാങ്ങനിയറ പ്രിൻ്റാണ്, കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഇതാ ഇത്രയ്ക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ 3/4 ആണ് സ്ലീവ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കലോസിയ ബ്രാൻഡിൻ്റെ ലാർജ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിന് കൂടെ പാൻറ്റും അവൈലബിൾ ആണ്. പാൻറ്റ് വരുന്നതും സെയിം ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ ആ ഒരു പ്രിൻറ്റിൽ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട, യെസ്, ദുപ്പട്ടയിൽ ഫുൾ ബ്രഷ് പെയിൻ്റ് ആണ് കേട്ടോ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ ഇങ്ങനെ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി ഉണ്ട് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ കളറായാലും പ്രിൻ്റ് ആയാലും ഇതിൻ്റെ റേറ്റ് ആയാലും ഇതിൻ്റെ വർക്കായാലും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളക്ഷൻ. കുറച്ച് റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്നില്ലേ, കുറച്ച് എന്താ പറയുക, നല്ല അടിപൊളി ചെരുപ്പും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഈ ചെരുപ്പിന് മോശമൊന്നുമല്ല എന്നാലും ഇതിപ്പോൾ കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തിട്ടു. ഇതും നമ്മുടെ ഈ ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടി നല്ല എന്താ പറയുക, കെട്ടിയൊരുങ്ങി വന്നിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയില്ലേ, കുറച്ച് സ്റ്റാൻഡേർഡ്, കുറച്ച് റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ്. എന്തായാലും ഓവറോൾ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ്. ലാർജ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സൈസ്. നൈസ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കുർത്തി സെറ്റാണ് ഇത് വരുന്നത്. ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. യോക്കിൽ വീനെക്കാണ് വരുന്നത്. യോക്കിൽ ഇതുപോലെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു എന്താ പറയുക സട്ടലായിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ പ്ലെയിൻ ഓറഞ്ച് ഷെയ്ഡാണ് ഇത് വരുന്നത്. സൈസ് അടിപൊളിയാണ് കേട്ടോ, നല്ല ഷേപ്പിൽ കിടക്കുന്നുണ്ട്, ഓൾട്ടർ ഒന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് സെയിം ആ ഒരു റയോൺ മെറ്റീരിയൽ, ടോട്ടലി മോളിലത്തെയും അതുപോലെ തന്നെ പാൻറ്റും റയോൺ മെറ്റീരിയലാണ് വരുന്നത്. റയോൺ മെറ്റീരിയൽ പറഞ്ഞാൽ പോലും അത്ര കൂടെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. റയോണിൽ ഒരു എന്നുവെച്ചാൽ നമ്മൾ ആ 800 സംതിങ് ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ആ റേഞ്ചിനുള്ള ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. ബാക്കി ലുക്ക് വൈസ് കാണുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതിൽ വേറൊരു ഫോൾട്ട് എന്ന് പറയാനായിട്ട് ഈ കൈ മടക്കുമ്പോൾ ഇവിടെ കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അയച്ചിടാനായിട്ട് ചെറുതായിട്ടുണ്ട്, വേണമെങ്കിൽ അയച്ചിടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പിൽ കിടക്കണമെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ 1 സൈസ് അപ്പ് എടുത്താലും മതി. റയോണാണ് മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ദുപ്പട്ട നോക്കണമെങ്കിൽ ഓർഗൻസയിൽ ഫുൾ ബാന്തിനിയുടെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. സൈഡിൽ ഇങ്ങനെ സമോസ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ വിടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് വിടുത്ത് വരുന്നുള്ളൂ. പിന്നെ റേറ്റ് വൈസ് എനിക്കിത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നി. ഇതിനുള്ള റേറ്റ് ഇല്ല നോക്കുകയാണെങ്കിൽ. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം, പറ്റിയില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ കൊടുക്കാമല്ലോ. 10 ദിവസത്തെ റിട്ടേൺ പോളിസി ഉണ്ടല്ലോ. അപ്പോൾ നോക്കാം, പറ്റിയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. സൈഡ് പോക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. സെയിൽ മിസ് ചെയ്യേണ്ട കേട്ടോ, നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല നല്ല റേറ്റ് കുറവുണ്ട്. ഇതൊരു ബിഗ് സെയിലാണ്, 23rd to 27th വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആമസോണിൽ ഇത് നമ്മൾ മേടിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ഏതെങ്കിലും ലിങ്കിൽ കുത്തി കഴിഞ്ഞാൽ ഞാൻ മേടിച്ച കളക്ഷൻസും വിത്ത് പ്രൈസ് അടക്കം ഡീറ്റെയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മേടിച്ചതിൻ്റെ പ്രൈസ് ആയിരിക്കും ചിലപ്പോൾ അതിലിപ്പോൾ കാണുണ്ടാവുക. നിങ്ങൾ ലിങ്കിൽ കുത്തിയിട്ട് അത് ആമസോണിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് എത്രയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.